കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ന്യൂട്ടല്ല. ന്യൂട്ടല്ല സാധാരണ അറിയാം, എല്ലാവർക്കും അറിയാം, ഹേസൽ നട്ട്സ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണ എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു നട്ടാണ് കപ്പലണ്ടി അല്ലെ. കപ്പലണ്ടി വെച്ചിട്ട് ന്യൂട്ടലയെക്കാട്ടും ടേസ്റ്റുള്ള ന്യൂട്ടലയാണ് ഞാനിവിടെ ഉണ്ടാക്കാറ്. ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്, എല്ലാവർക്കും വീട്ടിലുണ്ടാക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ വറക്കാത്ത കപ്പലണ്ടിയാണ് കേട്ടോ. ഒരു 250 ഗ്രാമാണ് ഞാൻ പച്ചക്കപ്പലണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 1/8 സ്പൂൺ ഉപ്പ്, നമ്മുടെ സാധാരണ ഉപ്പ്. പിന്നെ ഇത് ഞാൻ ചോക്ലേറ്റ് ഉരുക്കിയതാണ്. ചോക്ലേറ്റ് ഉരുക്കിയത് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 കപ്പ് കൊക്കോ പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര. ഇത് ഞാൻ ഒരു 1/2 കപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പഞ്ചസാര. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കപ്പലണ്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് ഇനി ഇതൊന്ന് നമുക്ക് കൂളാവാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പൊ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ ഒരുമാതിരി നമ്മള് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ കപ്പിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പൊ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് ഇപ്പൊ ചെറുതായിട്ട് എണ്ണ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് ഒന്നും കൂടി എണ്ണ റിലീസ് ചെയ്യണ വരെ അടിക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇതിട്ടിട്ട് വീണ്ടും നന്നായി അടിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ഉപ്പാണ്. അത് 1/8 ടീസ്പൂൺ മാത്രം, അതിന് കൂടരുത് കേട്ടോ. അപ്പൊ അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ, വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നല്ല ഫൈനായിട്ടുള്ള ആ രൂപത്തിൽ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. അപ്പൊ ഈ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കേണ്ടത്. അപ്പൊ ഇതേപോലെ ആവണം. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് അല്ല എടുത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇതിനെ വീണ്ടും അടിപൊളിയായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള്. നല്ല ഒരു ബ്രെഡ് സ്പ്രെഡ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ.
ഇതിപ്പോ ഇതിന് മാത്രമല്ല ചപ്പാത്തിയുടെ മുകളിലും അത് കേടാവാൻ ഇരിക്കും ചെയ്യും. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഇരിക്കും. നല്ല നല്ല എയർടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെക്കാം. ഇത് നനവില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാം. ഓക്കെ, ബൈ.